നബിവാക്യം. തീർച്ചയായും കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നത് അവയുടെ ഉദ്ദേശശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തരും എന്താണോ ഉദ്ദേശിച്ചത് അതാണ് അയാൾക്ക് ലഭിക്കുക. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്കാവശ്യമായ രൂപത്തിൽ അവയൊക്കെ പരിഹരിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ദൈവപ്രീതിയാണോ അതല്ല മറ്റെന്തെങ്കിലും ഭൗതിക താല്പര്യങ്ങളാണോ എന്ന് സ്വയം ചോദിച്ചു നോക്കേണ്ടതാണ്. ഇങ്ങനെയുള്ളവരെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അഹങ്കാരപ്രമത്തരായും ആളുകൾ കാണുവാനും പ്രൗഢി നടിച്ചും ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നവരായിട്ടും സ്വന്തം ഗൃഹങ്ങളിൽ നിന്ന് പുറപ്പെട്ടവരെ പോലെ നിങ്ങൾ ആകരുത്. അവരുടെ ചെയ്തികളൊക്കെ സസൂക്ഷ്മം അറിയുന്നവനാണ് ദൈവം. ആരാധനാകർമ്മങ്ങളും ദാനധർമ്മങ്ങളും നിർവഹിക്കുന്നത് ജനശ്രദ്ധ ആകർഷിക്കാനാണെങ്കിൽ അവ ദൈവം സ്വീകരിക്കുകയില്ലെന്ന് മാത്രമല്ല, അതിൻ്റെ പേരിൽ അവർ ശിക്ഷാർഹരായി തീരുമെന്നുകൂടി വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്.